മനുഷ്യർ കേൾക്കാൻ പറ്റുന്ന വാക്ക്, പഠിക്കാൻ പറ്റുന്ന വാക്ക്, ഇത് മാത്രമേ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയം നിങ്ങളെ നാവ് ലാ യസാലു ലിസാനുക റത്ബൻ ബിദ്ദിക്രി, നിന്റെ നാവ് ദിക്റ് കൊണ്ട് പച്ചയാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, നിന്റെ നാവ് ദിക്റ് കൊണ്ട് പച്ചയാവണം. ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിക്കൂ, ഒരു 100 വട്ടം സ്വലാത്ത് ഒരു ദിവസം നമുക്ക് ചൊല്ലിക്കൂടെ? നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കല്ലേ? അപ്പോഴൊക്കെ ഒന്ന് സ്ഥലം നമുക്കിപ്പോ ഇവിടുന്ന് വയന്നു കഴിഞ്ഞ് പോകുമ്പോ ചെല്ലാം. ഉറങ്ങാൻ പോകുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. ഉസ്താദ്. എ.പി. ഉസ്താദ് പറഞ്ഞത് സ്വലാത്ത് അധികരിപ്പിക്കണം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, എല്ലാ സമയത്തും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സ്ഥലത്തും, പിന്നെ ബാത്റൂമിലല്ലാത്ത എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും സ്വലാത്ത് അധികരിപ്പിക്കണം. അത് റബീഉൽ അവ്വൽ എന്നല്ല, എല്ലാ ദിവസവും പറയേണ്ടതാണ്. ഓരോ സ്വലാത്ത് പറയുമ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടുന്നതാണ്. അതിന് ഒരുപാട് ലക്ഷമോ 1000മോ ലക്ഷമോ എടുത്തതിനെ എണ്ണി വെച്ച് അയക്കേണ്ടതോ പാർസൽ ചെയ്യേണ്ടത് ഒന്നുമില്ല. അതാണ് നമ്മൾ കഴിവിൻ്റെ പരമാവധി സ്വലാത്ത് അധികരിപ്പിക്കണം. മുത്തുനബിയെ സ്നേഹിക്കണം. അതുപോലെ ദിക്റും കഴിവിൻ്റെ പരമാവധി, നമ്മൾ ആദ്യം ദിക്റാണ്, പിന്നെ സ്വലാത്താണ്. കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇത് 2 കാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട നവാസ് മന്നാനി പറയുന്നത് നമ്മൾ ആദ്യം കേൾക്കാം, പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മരുന്ന് കഴിക്കുന്നത് പോലെ ലൈവിൽ ഇരുന്നിട്ട് അവിടെ ഊത് ഇവിടെ ഊത്, അങ്ങോട്ട് ഊതിക്കോട് ഇങ്ങോട്ട് ഊതിക്കോട്, ചരുവത്തിൽ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്ന പെങ്ങന്മാരുണ്ട്. ഇപ്പം നോക്കിയാൽ ഇപ്പം അതിൻ്റെയൊക്കെ ഉള്ളിൽ ഇപ്പം എന്നെ കിട്ടിയത് ഇങ്ങനെ ചവിട്ടി അരയ്ക്കാൻ തോന്നുന്നു ദേശി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാണ്ടാമൃഗത്തിൻ്റെ തൊലിയ, അതുകൊണ്ട് എനിക്ക് തന്നൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ലൈവ് കൂടി ഖുർആൻ എടുക്കാതെയായി. രാവിലെ ലൈവ്, ഉച്ചയ്ക്ക് ലൈവ്, 10 മണിക്ക് ലൈവ്, 12 മണിക്ക് ലൈവ്, എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് സജീവമായി. ഖുർആൻ എടുക്കലില്ല, ഭർത്താവിന് വിളമ്പിക്കൊടുക്കാൻ വഴിയില്ല, ഇതൊന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് നിരീശ്വരവാദികൾ പെരുകിയത്. ഏതെങ്കിലുമൊക്കെ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പാടില്ലാത്ത, എന്നാൽ അഹ്ലുൽ ഈമാന്റെ മുന്നിൽ മാത്രം പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഉസ്താദെ, മക്കളില്ല, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? സക്കരിയ നബി അലൈഹിസ്സലാം ഓതിയ ദുആ നിങ്ങൾ ചൊല്ലിക്കോ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ 80-90 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബിക്ക് ഭാര്യ യൂട്രസ് ഇല്ലാതെ, ഗർഭാശയമില്ലാതെ, ആഖിറ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഗർഭാശയത്തിന്റെ പ്രവർത്തനമില്ലാത്ത ആ ഭാര്യയ്ക്ക് അല്ലാഹു മോനെ കൊടുത്തത്, യഹ്യ എന്ന മോനെ കൊടുത്തത് സൂറത്തു മറിയം വളരെ സുസജ്ജമായി വിശദീകരിക്കുമ്പോ, ആ മറിയം സൂറത്തിലൂടെ എങ്ങനെയാണ് സക്കരിയ നബിക്ക് മോനെ കിട്ടിയത്? റബ്ബിലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിസീൻ എന്ന ദുആയിലൂടെയാണ്. പടച്ചവനെ, ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് ഇന്ന് വരെ ഞാൻ നിരാശപ്പെട്ടിട്ടില്ല എന്ന് സക്കരിയ നബി പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മോനെ കൊടുത്തു. യഹ്യ എന്ന മോനെ കൊടുക്കുക മാത്രമല്ല, യഹ്യ എന്ന പേരും കൂടെ ഇട്ട് കൊടുത്തു അല്ലാഹു. ഇത് വിശ്വാസികളുടെ മുന്നിലല്ലേ പറയാൻ പാടുള്ളൂ. മറ്റേ എക്സ് ശൈത്താന്മാര് കേട്ടാലോ എന്താ സംഭവിക്കുക? എക്സ് ആയിട്ടുണ്ടല്ലോ, യവനൊക്കെ കേട്ടാൽ എന്താ സംഭവിക്കുക? എന്നാ പിന്നെ ഭാര്യയുടെ കൂടെ കിടക്കണ്ടല്ലോ, വീട്ടിൽ നിന്ന് ദിക്ർ ചൊല്ലിയാ പോരെ, മോനുണ്ടാവൂലേ എന്ന് ചോദിക്കും. ഇതെന്താ ഈ നിരീശ്വരവാദികൾ പെരുകാൻ കാരണം? അതുകൊണ്ട് ഞാൻ ബഹുമാനമുള്ളവരെ, ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ എന്താണ് ഇസ്ലാം മതപണ്ഡിതന്മാർ പറയുന്നത്? നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ മതങ്ങളെയും അവർ വിമർശിക്കണം. അവർ പിന്നെ തിരഞ്ഞെടുക്കുന്നത് ഇസ്ലാം മതത്തെയാണ്. കൂടുതൽ നിരീശ്വരവാദികളായിട്ടുള്ളത്, അതുപോലെ യുക്തിവാദികളായിട്ടുള്ളത് കൂടുതൽ ഇസ്ലാം മതത്തിൽ നിന്നാണെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ടവർ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മതപണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്നാണ് അവർ കാര്യമായിട്ട് നോക്കുന്നത്. അത് അവർ
പറയാനും നമ്മൾ ചെയ്യാനും അത് രണ്ടും ഒരുപോലെയാണ് അത് നടക്കുന്നത് എന്നിവിടെ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞത് എല്ലാ സമയത്തും ഓൺലൈൻ മജ്ലിസുകളാണ്. ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ അസുഖമുള്ളവർ ടാബ്ലറ്റ് എടുത്ത പോലെയാണ്. ഓരോ സമയത്ത് ഉച്ചക്കും അതുപോലെ രാവിലെ തുടങ്ങി ഉച്ചക്ക് തുടങ്ങി വൈകുന്നേരം മഗ്‌രിബിൻ്റെ ശേഷം ഇശാൻ്റെ ശേഷം ഇങ്ങനെ എല്ലാ സമയത്തും ഓരോ മുസ്ലിയാക്കന്മാർ ഓൺലൈനിലാണ്. അവർ അവിടെ സ്വലാത്തും എല്ലാം പറഞ്ഞ് തരുന്നു. നിത്യവും നിങ്ങൾ ഇത്ര സ്വലാത്ത് പറഞ്ഞോളൂ, അതല്ലെങ്കിൽ ഇന്നതായിരിക്കുന്ന ദിക്ർ പറഞ്ഞോളൂ എന്ന് പറയുന്നതൊന്നുമല്ല. അവർ എല്ലാ സമയത്തും ഈ ഓൺലൈനിൽ ഇരിക്കാൻ പറയുന്നതാണ്. പിന്നെ അതിൽ ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാ നമ്പർ കൊടുത്തും കൊണ്ട് പിന്നെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പണം, ഇത് ഒരു നല്ലൊരു പരിപാടിയാണ്. നയാ പൈസ പോലും മുതലില്ലാത്ത, അവർ പഠിച്ചതും മുതലില്ലാതെയാണ്, ഇപ്പോൾ ചെയ്യുന്നതും മുതലില്ലാതെയാണ്. മുതൽ മുടക്കാനൊന്നുമില്ല, നയാ പൈസയും മുടക്കാതെ ചെയ്യുന്ന ഒരു നല്ലൊരു കച്ചവടമാണിത്. അതുകൊണ്ട് ആ സമയത്ത് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് 10 ആളെ വിളിച്ചോ അതല്ലെങ്കിൽ ഒരു പള്ളിമുറ്റത്തോ പള്ളിയുടെ അകത്തോ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ദീനീ കാര്യങ്ങളെ വെളിച്ചത്തിൽ പറയുന്നത്. വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തേക്കും എല്ലാ ജാതിക്കാർക്കും എല്ലാ മതവിഭാഗത്തിനും എല്ലാ വിശ്വാസികൾക്കും എത്തുന്ന കാര്യമാണ്. എല്ലാവരും ഇതിനെ കേൾക്കാനും പിന്നെ ഇസ്ലാമിനെ തള്ളി പറയാനും കാരണമാകുന്നത് ഇവരുടെ ഓൺലൈൻ ആണ് എന്നാണ് ബഹുമാനപ്പെട്ട നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ ഇവിടെ ജാമിദ ടീച്ചർ യുക്തിവാദിയാണല്ലോ. ജാമിദ ടീച്ചർ ഒന്ന് കണ്ടുപിടിച്ചത് ഒരു ചെറിയൊരു കുട്ടിയാണ്, 10-15 വയസ്സുള്ള ഒരു മുസ്ലിയാർ കുട്ടിയാണ്. അദ്ദേഹം പറയുന്ന അതൊരു ക്ലാസ്സും അതുപോലെ ജാമിദ ടീച്ചർ പറയുന്നത് നമ്മൾ ആദ്യം കേൾക്കാം. അവർക്ക് കുറച്ച് എരിവും പുളിവും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് സെക്സ് വിഷയങ്ങളാണ് എന്നിവർക്കറിയാം. കാരണം അത്തരം വിഷയങ്ങൾക്ക് മാത്രമേ വ്യൂവേഴ്സ് ഉണ്ടാകൂ. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു പയ്യൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയ കാലം മുതൽ പറയുന്നത് അത്രയും സെക്സ് വിഷയങ്ങൾ. ഇത് മാത്രമാണ് ആ കുട്ടിക്ക് തന്നെയും പിന്നെയും പറയാനുള്ളത്. ഈ കുട്ടിയെ കേൾക്കുന്ന ആളുകളും അതുപോലെയുള്ളവർ തന്നെയാണ്. ഈ പ്രായത്തിൽ ഒരു പയ്യൻ പറയാൻ പാടുള്ളതാണോ സ്വയംഭോഗത്തെക്കുറിച്ച്? ആൾക്കാരോട് പറയാണ്, നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാല് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും, അത് പിന്നീട് പുറത്തു വരും, അപ്പോൾ നിങ്ങൾ അങ്ങനെ കുളിക്കണം ഇങ്ങനെ കുളിക്കണം. ഇവർക്കൊരു ലവലേശം ഉളുപ്പില്ലേ? EP അബൂബക്കർ കാസിമിയെ പോലെയൊക്കെയുള്ള ആളുകൾ ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നത് നിവൃത്തി ഉണ്ടെങ്കിൽ ആളൊന്ന് ചെയ്ത് കാണിച്ചു തരും. അത്രയ്ക്ക് അധപ്പതിച്ചിരിക്കുന്നു ഇവർ. നമ്മളെ കേൾക്കുന്നത് നമ്മളുടെ ഇത്തരം വൾഗർനെസ് ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. മറ്റുള്ളവർ ഇതൊന്ന് കേട്ടാൽ അവർ നമ്മുടെ മതത്തെക്കുറിച്ചും നമ്മുടെ മതപുസ്തകങ്ങളിൽ ഇതൊക്കെയാണുള്ളത് എന്നതിനെ സംബന്ധിച്ചും മനസ്സിലാകുമെന്നോ പോലും ഒരു ഉളുപ്പില്ല. ഒരു മൗലവിക്കുട്ടി പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. എമിറ്റേറ്റ് ചെയ്ത് രണ്ടും ഒരാൾ തന്നെയാണ്. മാസ്റ്റുർബേഷൻ ചെയ്താലേ സ്വയംഭോഗം ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഹറാമാണ്. മാസ്റ്റുർബേഷൻ ചെയ്യില്ല, ഹറാമാണ്. ഈ സ്വയംഭോഗം മാസ്റ്റുർബേഷൻ ഒക്കെ ചെയ്താൽ കുളി നിർബന്ധമാണ് കേട്ടാ. മൊയിലാരെ ഞാൻ ഡെയിലി 2 തവണ കുളിക്കലുണ്ട്. നെയ്യത്തൊക്കെ വെക്കാറില്ലേ? നെയ്യത്തോ? ഇതെന്താ എല്ലാം നോമ്പോ നിസ്കാരം കാര്യമാണ് നെയ്യത്തൊക്കെ വെച്ച് കുളിക്കാൻ. ബഹുമാനമുള്ളവരെ, ഇതാണ് കാര്യം. ഇവർക്ക് എവിടെ എന്ത് പറയണം, എനിക്കതിനെ പറയാനുള്ള ഒരു അവസ്ഥക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ, അതിൻ്റെ ഏജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ, അതിൻ്റെ പ്രായം എനിക്ക് ആയിട്ടുണ്ടോ എന്ന് പോലുമില്ല. ഒരു ഉളുപ്പുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാത്ത സ്വയംഭോഗത്തെക്കുറിച്ചാണ് ഈ മുസ്ലിയാർ പറയുന്നത്. ശരിയൊരു കുട്ടി മുസ്ലിയാറാണ് പറയുന്നത്. അതിനെ ഇവർ വിമർശിച്ചതിലും തെറ്റില്ല. അവർ ഇവിടെ ജാമിദ ടീച്ചർ പറഞ്ഞതിൽ ഈ വീഡിയോയിൽ ഒന്നും തെറ്റ് കാണുന്നില്ല. വേറെ എല്ലാ വീഡിയോകളും ഞാൻ നോക്കിയിട്ടുമില്ല. ചിലത് നോക്കിയാലും പകുതി നോക്കും പിന്നെ വിടും, അതുപോലെയാണ്. ഇതിന് ഞാൻ ശരിക്കും നോക്കി സ്റ്റഡി ചെയ്യുമ്പോൾ
ഇവിടെ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, യാതൊരു തെറ്റുമില്ല ജാമിദ ടീച്ചറിൻ്റെ ഇതിലും. അപ്പോൾ ഇതിന് കാരണമാകുന്നത് നമ്മുടെ മതപണ്ഡിതന്മാരാണ്. മതത്തെ പഠിക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ അവർക്ക് സെക്സിൻ്റെ കാര്യമാണ്. ഇതിന് നല്ല ഓപ്പൺ മാർക്കറ്റ് ഉള്ളത് പോലെയാണ്. ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും 10 രൂപയാണ്. അതിലൊന്നും സീക്രട്ടൊന്നുമില്ല. ഓപ്പണായി പറയും ഇത് 10 രൂപ, അതല്ലെങ്കിൽ 100 രൂപ, 1000 രൂപ എന്ന് പറയും. അത് തന്നെ ഫിക്സ് റേറ്റാണ്. അതുപോലെ ഓപ്പൺ മാർക്കറ്റായി ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ, അത് ഇവിടുത്തെ മംഗലാപുരം ഭാഗത്തെ ഒരു മുസ്ലിയാറാണ് പറയുന്നത് തന്നെ എല്ലാം വല്ലാത്ത ഒരു സെക്സിൻ്റെ കാര്യമാണ്. ഓപ്പണായി സെക്സ് പറയുന്നതാണ്, ഓപ്പണായി പറയുന്നത് പച്ചക്ക് പറയുന്നതാണ്. നിങ്ങൾ കുറച്ച് ബാക്കിലോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാം, കേൾക്കാം. അത്രയ്ക്കും നമുക്കതിനെ പറയാൻ പോലും മടിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ അവർക്ക് ഒരു മടിയുമില്ല, ഒരു നാണവുമില്ല. ഇത് എവിടെയാണ് പറയേണ്ടത്? അതുപോലെ ഇവിടെ ജാമിദ ചോദിച്ചതുപോലെ, ഈ ജാമിദ ടീച്ചർ ചോദിച്ചതുപോലെ ബെഡ്റൂമിൽ ചെയ്യുന്ന കാര്യത്തെ വെളിച്ചത്തിൽ പറയാമോ? കക്കൂസിൽ നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതിന് നമ്മൾ ഓപ്പണായി ചെയ്യാമോ? അത് അങ്ങനത്തെ ഒരു പണ്ട് കാലമുണ്ടായിരുന്നു. എങ്കിലും അവിടെ ഒരു മറ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രക്കും ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തീരെ വെളിവില്ലാത്ത, തീരെ അഖലില്ലാത്ത രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. അതുകൊണ്ട് ഓൺലൈൻ മജ്‌ലിസും അത് അത്ര നല്ലതല്ല. അതുകൊണ്ട് വലിയ നന്മ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ സമയത്തും ദിക്റും അതുപോലെ സ്വലാത്തും അധികരിപ്പിക്കുക. സ്വന്തമായി ആരും അതിന് വേണ്ട, ഒരുപാട് ആൾക്കാർ വേണ്ട. ദുആ ചെയ്യാൻ കാശ് കൊടുക്കണ്ട. ദുആ ചെയ്യാൻ എന്തിനാണ് കാശ് കൊടുക്കേണ്ടത്? കാശ് കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കണ്ട. അദ്ദേഹം ദുആ ചെയ്യുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വാരി കോരി കൊടുക്കുന്നത് എന്ന്. ഇവൻ മരമണ്ഡനായി ഈ ചെയ്യുന്ന ദുആ ചെയ്യുന്നവൻ. ഈ ദുആ ചെയ്യുന്ന ഖോജ ഉണ്ടല്ലോ, നയാ പൈസക്ക് പോലും ഇവൻ പറ്റുന്നതല്ല. നയാ പൈസൻ്റെ വേല ചെയ്യൂല, നയാ പൈസൻ്റെ പണി ചെയ്ത് ജീവിക്കൂല സഹോദരന്മാരെ. നമ്മളെല്ലാവരും നയിച്ചുണ്ടാക്കുന്നതല്ലേ, കച്ചവടം ചെയ്തല്ലേ ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരില്ലേ, അതിനെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവർ നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്ന. അവർക്കും ജോലി ചെയ്യാം, അവരും ജോലി ചെയ്താണ് ജീവിക്കേണ്ടതാണ്. റസൂലുള്ളാഹിൻ്റെയും അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയും അതുപോലെ അവിടുത്തെ സഹാബാക്കളുടെ മാതൃകയും. ആരും മിണ്ടാണ്ട് ഇരുന്ന് നയിക്കാതെ ജോലി ചെയ്യാതെ ആരും ജീവിച്ചവരില്ല. കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കേണ്ടതാണ്. ഇവർക്ക് നല്ല സുഖമായി അത് നിങ്ങൾ ചെയ്തു കൊടുത്തു. ഇൻഷാ അല്ലാഹ് അടുത്തതിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.